ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിൽവർ ആരോ. സോ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് വീൽ എങ്ങനെ മാറ്റാമെന്നുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഗൈസ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് നമുക്ക് സ്റ്റിയറിംഗ് വീൽ മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. സോ അത് ഞാനൊന്ന് കണ്ടുപിടിച്ച് റെഡിയാക്കി വന്നിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് അറിയായിരുന്നു മാറ്റാൻ പറ്റുന്നത്, പക്ഷേ ഞാനിതുവരെ മാറ്റിയിട്ടില്ല. സോ നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഇനി ഞാനും ഏതായാലും ഒന്ന് വെറൈറ്റിക്ക് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ഏതായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതാണ് ഗൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 100 ലൈക്സ് ആണ് ഗൈസ്, ആസ് യൂഷ്വൽ. സോ പിന്നെ നമ്മൾ അങ്ങനെ 250 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അതിനോടനുബന്ധിച്ച് അടുത്ത സബ്സ്ക്രൈബ് ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 500 ആണ്. സോ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പവറാക്കുക ഗൈസ്, സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ വെറൈറ്റി ആൻഡ് ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് ഞാൻ ദിവസവും വരുന്നതാണ്. സോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളുടെ ലൈക്ക് ടാർഗറ്റ് അടിച്ച് പൊട്ടിച്ച് 100 ലൈക്സ് എല്ലാവരും ഇപ്പോൾ തന്നെ അടിച്ചാൽ എല്ലാവരും ഓരോ ലൈക്ക് വെച്ച് 100 ലൈക്സ് ആക്കുക ഗൈസ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഞാൻ ഏതായാലും ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. ഓൾറെഡി ഈ ഒരു വീഡിയോ വരെ ഒരുപാട് താമസിച്ചെന്ന് എനിക്കറിയാം ഗൈസ്. കാരണം വേറെ ഒന്നല്ല, ഓണത്തിൻ്റെ എക്സാമൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു, പഠിക്കണ്ടേ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സ്റ്റിയറിംഗ് മോഡ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് അടിയിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളിതാ ഇവരുടെ ഒരു ചാനലിലോട്ട് നിങ്ങൾ എത്തും. അതിൽ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കിതാ ഇവിടെ ലിങ്ക് ഡൗൺലോഡ് സ്റ്റിർ 10 വേരിയൻറ്റ് ബസിറ്റ് മോഡ് വെർഷൻ 4.3.4 അതാണ് ഗൈസ് നമ്മളുടെ ലിങ്ക് വരുന്നത്. സോ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഫേസ്ബുക്കിലോട്ടാണ് പോവുക. അതിലാണ് ഗൈസ് അവരുടെ ലിങ്ക് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ ഫേസ്ബുക്കിലോട്ട് പോയതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇപ്പോൾ നോക്കിയാൽ അടിയിൽ ഇതാ അവരുടെ ഡിസ്ക്രിപ്ഷൻ കാണാം. അതായത് ഫേസ്ബുക്കിലെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ കോഡ് നെയിം സ്റ്റിയർ ബസിഡ് വെർഷൻ 4.3.4 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഗൈസ് ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ലിങ്ക് കാണാം ഗൈസ്. ഇപ്പോൾ ഇതാ ഇവിടെ ഞാൻ കാണിച്ചു തരുന്ന ലിങ്ക് ഡൗൺലോഡ് സ്റ്റിയർ വേരിയൻറ്റ് 1 ആണ്, ബസിഡ് വെർഷൻ 4.3.4. പിന്നെ അടിയിലോട്ട് വെർഷൻ അല്ല, വേരിയൻറ്റ് 2, 3, 4 അങ്ങനെ 10 വരെ ഉണ്ട് ഗൈസ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് വേരിയൻറ്റ് 1 ആണ്. അതുകൊണ്ട് ഞാൻ വേരിയൻറ്റ് 1 ക്ലിക്ക് ചെയ്തു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഡൗൺലോഡ് ആവുന്ന കാണാം. അവിടെ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ താഴോട്ട് പോവുക. നോക്കട്ടെ ഗൈസ് എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്ന്. അവർ കറക്റ്റ് കാണിച്ചെടുത്തൊന്നുമില്ല, നമ്മളിങ്ങനെ കണ്ടുപിടിക്കണം ഗൈസ്. ഇവിടെ ഇതാ ടുട്ടപ്പ്, അത് ആഡ് വരുന്നതാണ് ഗൈസ്. അത് ടുട്ടപ്പ് ചെയ്യുക, ടുട്ടപ്പ്. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഗൈസ്. അന്നപ്പോൾ എല്ലാം ഒന്ന് റീഫ്രഷ് ആയി വരും. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഓപ്പൺ കാണും. ചെറിയൊരു ബോക്സാണ് ഗൈസ്, അതിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. എന്നപ്പോൾ അത് ലോഡാവും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ആഡ് വരും ഗൈസ്, അതൊന്ന് ബാക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ വെയിറ്റ് എന്ന് പറഞ്ഞ് വരും. ഇനി ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്തത് നെക്സ്റ്റ് കൊടുക്കുക ഗൈസ്. പിന്നെ ആഡ് വരാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക എന്നപ്പോൾ തന്നെ. ഓക്കെ, എന്നപ്പോൾ നിങ്ങളിതാ വീണ്ടും അവർ തന്നെ നിങ്ങളെ ഓട്ടോമാറ്റിക്കലി അടുത്ത ഓപ്പണിൻ്റെ അടുത്ത് എത്തിക്കും. എന്നപ്പോൾ ആഡ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ബാക്ക് അടിക്കുക ഗൈസ്. എന്നപ്പോൾ നിങ്ങളിതാ അടുത്തൊരു സ്ഥലത്തോട്ട് എത്തും. വീണ്ടും അടുത്ത് കുറേ നേരം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കളിക്കണം ഗൈസ്. അടുത്ത ഓപ്പൺ വരും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ലിങ്ക് വരും, ഗോ ടു ലിങ്ക് എന്ന്. ഇവിടെ ഡയറക്റ്റ് നോക്കി കഴിഞ്ഞാൽ ഗെറ്റിംഗ് ലിങ്കാണ് കാണിക്കുക. എന്നിട്ട് ഡയറക്റ്റ് ഇതാ ഗൈസ്, യു വിൽ ബി റീഡയറക്റ്റഡ് ടു ദ ഡെസ്റ്റിനേഷൻ URL എന്ന് കാണിക്കും. ഇവിടെ ഓപ്പൺ ലിങ്ക് കൊടുക്കുക. അപ്പോൾ മീഡിയ ഫെയറിലോട്ടാണ് നേരെ ചെല്ലുന്നത്. 2 വെബ്സൈറ്റാണ് ഗൈസ്. ഷെയർ മോഡ്സിലും നമുക്ക് ഇതേപോലുള്ള ലിങ്ക് സാധാരണ അവൈലബിൾ ആണ്. നമ്മളുടെ ഹോൺ ഞാൻ മാറ്റിയ ഷെയർ മോഡ്സിൽ അങ്ങനെ എന്തോ ആണ്. ഓക്കെ, അതൊക്കെ വിട്. നമ്മൾ നേരെ മീഡിയ ഫെയറിൻ്റെ ഒരു വെബ്സൈറ്റിലോട്ട് എത്തും. ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതാ അവിടെ ലിങ്ക് കാണാം. ഈ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. സോ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ സെറ്റ് ആർച്ചിവറിലോട്ട് പോവാം. സോ ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഡൗൺലോഡ്സ് പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അവിടെ സ്റ്റിർ ഫെറാറി വെർഷൻ 4.3.4 എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് അവിടെ ഒബിബി, ഇത് അവരുടെ വേറെ ഏതോ ഒരു ലാംഗ്വേജ് ആണ് ഗൈസ്. ഒബിബി, അഡാസ്, പ്ലിൻഡനിയ, പക്കായി, യഗ്, ഇനി എന്തൊക്കെ ഉണ്ട് ഗൈസ്. അതിൽ നമുക്കിപ്പോൾ വേണ്ട ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ണാണ് ഗൈസ്. അതായത് ഇതാണ് നമുക്ക് വേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഷെയർഡ് അസെറ്റ് 1, അസെറ്റ് സ്പ്ലിറ്റ് 0, അതേമാതിരി സ്പ്ലിറ്റ് 1, 2, 3, 4, 5 എന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നമ്മളുടെ ഈ ഒരു പേപ്പർ കണ്ടില്ലേ ഗൈസ് സൈഡിൽ, ആ പേപ്പറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ എല്ലാം സെലക്ട് ആയി വരും. എന്നിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും ഒന്ന്, അതായത് ഈ പച്ച കാണുന്ന എവിടെയെങ്കിലും ഒന്ന്, അതായത് ഫയൽ ഏതെങ്കിലും ഒന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കോപ്പി ചെയ്യുക ഗൈസ്. അതിനുശേഷം ഇതാ മുകളിൽ ഇവിടെ ഒബിബി അഡാ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഡിവൈസ് സ്റ്റോറേജ് പോവുക, ആൻഡ്രോയിഡ് പോവുക. ഒബിബിക്കകത്ത് നമ്മളുടെ ഒബിബി കയറ്റിയ ഒരു സ്ഥലമില്ലേ ഗൈസ്, അവിടെ പോകുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരെ
ഇങ്ങനെ അസറ്റ് എന്ന് പറഞ്ഞു വരും. അസറ്റിൽ ബിന്നിൽ ഡാറ്റ വന്നിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നൊന്നും വേണ്ട, ഇവിടെ കൊണ്ടുവച്ച് ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യുക ഗൈസ്. അന്നപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഗൈസ് കാര്യം. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോയാലോ, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഗെയിമിലോട്ട് നമ്മൾ എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ്ലി നമ്മളുടെ സ്റ്റിയറിംഗ് മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 100% വർക്കിംഗ് ആണ് ഈ ഒരു ഇതിൽ വെർഷനിൽ ഗൈസ്. അതായത് 4.3.4 ആണോ 3.4.3 അല്ല 4.3.4 ആണ് ഗൈസ് നമ്മുടെ വെർഷൻ. അതിൽ നല്ല 100% ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു ഗൈസ്. അപ്പോൾ ഒബിബി ആഡ് ചെയ്യുന്നുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ, അതായത് കേരള ട്രാഫിക് മോഡ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് നമ്മളുടെ സ്റ്റിയറിംഗ് വരുന്നത്. ഫെറാറീൻ്റെ പക്ക സ്റ്റിയറിംഗ് ആണ് ഗൈസ്. ലൈറ്റൊക്കെ നമ്മളെ ബസ്സിനെ പിന്നെ പറയേണ്ട ഗൈസ്, നമ്മുടെ പെർഫെക്റ്റ് ബസ്സാണിത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡ് ബസ്സാണ് ഗൈസ് ഇത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതെപ്പോഴും അധികം എടുക്കാറ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കാണുന്നവരുണ്ടെങ്കിൽ പക്ക മനസ്സിലാവും ഗൈസ്. ഞാൻ അധികം എടുക്കാറുള്ളത് ഈ ഒരു ബസ്സാണ്. ഡേ സ്റ്റിയറിംഗ് മോഡ് മാറ്റിയിട്ടുള്ളൂ, ഇപ്പോൾ തന്നെ ആക്സിലേറ്റർ പൊട്ടിക്കണോ? ആക്സിലേറ്ററും ബ്രേക്കൊക്കെ മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആക്സിലേറ്ററും സ്റ്റിയറിംഗും നോക്കിയതായിരുന്നു ഗൈസ്. അപ്പോൾ ഇത്രയാണ് ഗൈസ് നമ്മളുടെ ഈ ഒരു മോഡിൽ നമുക്ക് ലഭിക്കുന്നതെന്ന് പറയുന്ന ഫീച്ചർ. ഇത് ഞാൻ ഒന്നാമത് എക്സ്റ്റീരിയർ വ്യൂ അത്ര ഓടിക്കാനൊന്നും അറിയത്തില്ലടേ, അതുകൊണ്ടാണ്. ഇൻറ്റീരിയർ ആണെങ്കിലും പിന്നെ പറയുന്നും വേണ്ട, ഞാൻ പ്രൊഫഷണൽ ആയതുകൊണ്ട് തട്ടാനും മുട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു പെർഫെക്റ്റ് സ്റ്റിയറിംഗ് വരുന്നത്. ഫെറാറീൻ്റെ സ്റ്റിയറിംഗ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ വൈകാതെ തന്നെ ഞാൻ ഇടാൻ ശ്രമിക്കുക ഗൈസ്. പിന്നെയും തട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ ഞാൻ കുറേ ആയുടെ വീഡിയോ കിട്ടിയിട്ട് കുറേ ദിവസമായി ഗൈസ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എക്സാമിൻ്റെ കാര്യമായതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ആയിട്ടായിരുന്നു ഗൈസ്. പിന്നെ ക്ലാസ്സൊക്കെ തുടങ്ങി ഭയങ്കര വിഷയമായിരുന്നു ഗൈസ്. പിന്നെ യൂണിറ്റ് ടെസ്റ്റ് മറ്റേ ടെസ്റ്റ് എന്ന് പറഞ്ഞൊക്കെ കുറേ സമയം അതിൽ പോയി. അങ്ങനെയൊക്കെയാണ് ഗൈസ്. നമ്മളുടെ ബസ്സിലോട്ടൊന്നും വരാൻ സമയം കിട്ടിയില്ല. സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. നമ്മുടെ ബസ്സിനൊക്കെ സങ്കടമായിട്ട് ഗൈസ് നമ്മൾ ബസ് പഠിക്കായിട്ട്. ഓക്കെ, വട്ടവർ നമ്മളങ്ങനെ വീണ്ടും നമ്മളുടെ ബസ്സിലോട്ട് എത്തി. നമ്മളങ്ങനെ ഒരു മോഡിഫിക്കേഷൻ കഴിഞ്ഞു ഗൈസ് നമ്മുടെ ഗെയിമിൽ. അപ്പോൾ ഈ ഒരു മോഡിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. നമ്മൾ റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. സോ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതിൽ ഓൾറെഡി ഒരു 10 സ്റ്റിയറിംഗ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്തെടുക്കുക. സെയിം പ്രോസസ്സ് തന്നെയാണ് ഗൈസ്, ഡൗൺലോഡ് ചെയ്യുക, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് വേണമെന്നുള്ളവർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ആ മോഡിൻ്റെ, അതായത് അവരുടെ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക്, അതായത് അവരുടെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സെയിം പ്രോസസ്സ് തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യുക, ഫോളോ അപ്പ് ചെയ്താൽ മതി ഗൈസ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. കിട്ടാണ്ട് എവിടെ പോകാനാടാ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി ഞാൻ വിചാരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാൻ ശ്രമിക്കുക ഗൈസ്. എക്സാം ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.